നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് പല ടൈപ്പിലെ കീബോർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കിഡിലൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു കിഡിലൻ കീബോർഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതൊരു മലയാളം കീബോർഡാണ്. ഈ ഒരു കീബോർഡിനകത്ത് നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു കീബോർഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പേര് മലയാളം കീബോർഡ് എന്നാണ് ഈ ഒരു കീബോർഡിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ ഒരു കീബോർഡ് ഓപ്പൺ ചെയ്യുവാണ്, കീബോർഡ് സെക്ഷൻ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡിൻ്റെ ഇൻ്റർഫേസിലിട്ട് വന്നേക്കുന്ന കാണാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യമുള്ള എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ വേണ്ടത് വൈബ്രേഷൻ ഓഫ് ചെയ്തിടുക, അതുപോലെ കീ പോപ്പപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്തിടുക. കീബോർഡ് ഓപ്ഷൻ ഓൺ ചെയ്തിടുക. ടോപ്പ് കീസ് എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്തിടുക. സൗണ്ട് ഓഫ് ചെയ്തിടുക. അപ്പോൾ ഈ സൗണ്ടും വൈബ്രേഷനും ഓഫ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ബാറ്ററി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയാണ് സൗണ്ടും വൈബ്രേഷനും നമ്മൾ ഓഫ് ഇടുന്നതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് രണ്ടും ഓഫ് ചെയ്തിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ബാക്കിയെല്ലാം ഓൺ ആയിരിക്കണം. ഇമോട്ടും അതുപോലെ ഇമേജും ഒക്കെ ഓൺ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് അടിച്ച് പോവുകയാണ്. ഇനി അതിനുശേഷം വാട്സപ്പ് എടുക്കുവാണ്. വാട്സപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കീബോർഡ് വന്നേക്കുന്ന കാണാം. നിങ്ങൾക്ക് ഈ കീബോർഡിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, കണ്ടോ, ടാപ്പ് എ ലോങ് പ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു സൗണ്ടോടെ, ചിരിക്കുന്ന ഒരു സൗണ്ടോടെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സ്മൈല് ഇടുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സ്മൈൽ ഇടാൻ പറ്റും. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിൽ സ്മൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ട് മാറ്റി നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. നമുക്കിവിടെ കുറേ അധികം ഫൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫൗണ്ട് വേണോ ആ രീതിയിൽ ഇവിടെ മാറ്റി കൊടുത്ത് നമ്മളിവിടെ ഫൗണ്ട് ചേഞ്ച് ആവുന്നതാണ്. നിങ്ങൾക്ക് കണ്ടോ, നിങ്ങളുടെ ഫൗണ്ട് ഇവിടെ ചേഞ്ച് ആയേക്കുന്നതാണ്. അതിലിപ്പോൾ ഏത് ഫൗണ്ട് വേണം ആ ഒരു ഫൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫൗണ്ട് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണിച്ചേക്കുന്നതാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ അധികം സ്റ്റിക്കേഴ്സ് വരുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കറാണ്, അതൊരു ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സാണ് ഈ വരുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് കയറി അയച്ചു കൊടുക്കാം, ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഇതിനകത്തൊന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ കാര്യങ്ങൾ ഈ ഒരു കീബോർഡിൽ തന്നെ ഉണ്ട്. അതുപോലെ ജിഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജിഫിനകത്തും കുറേ അധികം വെറൈറ്റി ജിഫുകളൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. പിന്നെ വോയിസ്, നമ്മുടെ സാധാ മലയാളം കീബോർഡ് എന്ന് പറഞ്ഞൊരു കീബോർഡിൽ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ് വോയിസ് എന്ന് പറഞ്ഞൊരു. ഇതിലിപ്പോൾ വോയിസ് കൊടുത്താൽ ആ വോയിസിനനുസരിച്ച് നമുക്കിവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്കിവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ കീബോർഡിൻ്റെ സെറ്റിങ്സിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്ലോസ് അടിക്കുക. ക്ലോസ് അടിച്ച ശേഷം നമ്മുടെ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കീബോർഡ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മേളിലൊരു ഓപ്ഷൻ വന്നേക്കുന്നതാണ്, ഒരു എർത്തിൻ്റെ ഒക്കെ പടം കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ എർത്തിൻ്റെ പടത്തിലെ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ ലോഡായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കുറേ അധികം ഇമേജസും അതുപോലെ ജിഫും കാര്യങ്ങളുമാണ് ഇവിടെ ലോഡായി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഏത് ജിഫ് വേണോ അത് നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. നിങ്ങൾക്ക് കീബോർഡ് ക്ലോസ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ ജിഫും കാര്യങ്ങളും എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് കുറേ അധികം ഇമേജസ്, ഏത് ടൈപ്പ് ഇമേജസ് വേണം നമുക്ക് നോർമലിലും സെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോർമലി സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോട്ടൊന്ന് വലുതായി വരും. അപ്പോൾ വലിയൊരു ഇമോട്ടായി വന്നിട്ട് ഇങ്ങനെ സെൻഡ് ആയി പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത. ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലാംഗ്വേജ് മാറ്റി കൊടുക്കാം. നമുക്കിവിടെ ലാംഗ്വേജ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള ഒരു കീബോർഡാണിത്. കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കീബോർഡ് എടുത്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഈ കീബോർഡിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. താഴത്ത് നിങ്ങൾക്ക് കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ കീബോർഡ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.